എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷൻ ടോപ്പ് സ്റ്റാറിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഞാൻ GK തുമ്പക്കാരൻ. ഇന്നത്തെ വീഡിയോ നമ്മുടെ കുഞ്ഞുങ്ങളെക്കുറിച്ചാണ്. പേരൻസിന് അറിയേണ്ട കാര്യങ്ങൾ. മുൻകാലങ്ങളിൽ കലാലയങ്ങളിൽ നിന്നും നാം പ്രതീക്ഷിച്ച യാതൊന്നും തന്നെ ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് ലഭ്യമല്ല. അതിൻ്റെ പ്രധാന കാരണം ഇന്നത്തെ സാഹചര്യത്തിൽ തെറ്റ് കാണിക്കുന്ന കുട്ടികളെ സഹായിക്കാനോ അവരെ മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടിപ്പിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അതിനെ എതിർക്കാൻ വേണ്ടി ഇപ്പോൾ നാലാംകിട രാഷ്ട്രീയക്കാർ നേരെ സ്കൂളിൽ വന്ന് ടീച്ചറിനെ തല്ലാൻ ശ്രമിക്കും, അല്ലെങ്കിൽ അസഭ്യം പറയും, ഇല്ലെങ്കിൽ പുറത്തു വന്നാൽ ജീവഹാനി വരുത്തുന്നു എന്ന് പറയുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ കലാലയങ്ങളിൽ ഉണ്ടായിരിക്കുന്നത്. ഇനിയുള്ള കാലങ്ങൾ ഒരിക്കലും നമ്മൾ നല്ലൊരു സംവിധാനം നമ്മുടെ കുട്ടികൾക്ക് കിട്ടുമെന്ന് നിങ്ങൾ വ്യാമോഹിക്കരുത്. പ്രധാനമായും പറയാനുള്ളത്, മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഇപ്പോൾ ഗവൺമെൻറ് സ്കൂളിലും എയ്ഡഡ് സ്കൂളുകളിലും കുട്ടികളുടെ എണ്ണം കുറഞ്ഞു വരികയാണ്. കാരണം അവിടുത്തെ സ്ഥിതി അതീവ ഗുരുതരമാണ്. അധ്യാപകർക്ക് ശരിയായ രീതിയിൽ കുഞ്ഞുങ്ങളെ നിയന്ത്രിക്കാനുള്ള സ്വാതന്ത്ര്യം ഒന്നും ഇല്ലാത്ത ഒരു അവസ്ഥയിൽ എത്തിയിരിക്കുന്നത് കാരണം പല കുട്ടികളും സ്കൂൾ വിട്ട് മറ്റു ഭാഗങ്ങളിലേക്ക് തിരികെയാണ്. എന്നാൽ ഇതിലേറ്റവും ബുദ്ധിമുട്ടുന്നത് ഒരു ഇടത്തരം ആൾക്കാർ അവരുടെ കുഞ്ഞുങ്ങളെ കൂടിയ ക്ലാസ്സുകളിലും കൂടിയ സ്കൂളുകളിലും വിട്ട് പഠിപ്പിക്കാൻ സാധിക്കില്ല. അതിനുള്ള സാമ്പത്തിക ശേഷി അവർക്കുണ്ടാവില്ല. അപ്പോൾ ഇതിനെ അതിജീവിക്കാനുള്ളൊരു ഏക മാർഗം ചെയ്യാനുള്ളത്, പേരൻസ് ഏറ്റവും കൂടുതൽ അവരുടെ കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കുക. പേരൻസും മാതാപിതാക്കളും തമ്മിൽ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാക്കുക. കുട്ടികൾ ക്ലാസ് വിട്ട് വന്നു കഴിഞ്ഞാൽ എപ്പോഴും പേരൻസിൻ്റെ പ്രസൻറ്റേഷൻ ആ കുട്ടികളിൽ ലഭ്യമാകുന്ന രീതിയിൽ കാര്യങ്ങൾ ക്രമീകരിക്കുക. കുട്ടികളെ എപ്പോഴും നല്ലൊരു സുഹൃത്തായി കാണുക. അവരുടെ അഭിരുചികൾ എന്താണെന്ന് മനസ്സിലാക്കുക. അതിന് നമ്മൾ സൈക്കാട്രിസ്റ്റിൻ്റെ അവിടെ ഒന്നും പോകണ്ട, നമുക്ക് തന്നെ അത് കണ്ടുപിടിക്കാമെന്നുള്ള കാര്യമുള്ളൂ. പ്രധാനമായി വീടുകളിൽ ഉണ്ടാകേണ്ട ഒരു കാര്യം, ഈ കുട്ടികൾക്ക് കളിക്കാനുള്ള കളിപ്പാട്ടങ്ങൾ നമ്മൾ സാധാരണ അവർക്ക് വാങ്ങിക്കൊടുക്കാറുണ്ട് അമ്പലങ്ങളിലൊക്കെ പോകുമ്പോൾ. അത് ഇവർ വീട്ടിൽ കൊണ്ടുവന്ന് ഉപയോഗിക്കും. അതിനോടൊപ്പം ചെയ്യേണ്ടത്, മാതാപിതാക്കൾ സാധിച്ചാൽ ഒരു റിപ്പയർ കിറ്റ് വീട്ടിൽ എപ്പോഴും വാങ്ങി സൂക്ഷിക്കണം. റിപ്പയർ കിറ്റ് എന്ന് വെച്ചാൽ അതിൽ ഒരു സ്ക്രൂ ഡ്രൈവർ, 2 സ്ക്രൂ, ഒരു പ്ലെയർ, ഇങ്ങനെയുള്ള കുഞ്ഞു സാധനങ്ങൾ കാണും. ഒപ്പം ഒരു വീട്ടിൽ മോസ്റ്റ്ലി എല്ലാ വീടുകളിലും മിഷ്യനും കണ്ടേക്കാം. മനസ്സിലാക്കേണ്ടത്, ലോകത്തിലെ ഏറ്റവും വലിയ പ്രഗത്ഭരായ ആൾക്കാർ അവർ കോളേജിൽ പോയി ടെക്നിക്കൽ സ്റ്റഡി പഠിച്ച് കണ്ടുപിടുത്തങ്ങൾ ചെയ്തവരല്ല. ഇരുണ്ട വെളിച്ചത്തിലിരുന്ന് അവർ യാതൊരു ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ ഇല്ലാതെ അവരുടെ കുഞ്ഞുനാൾ അവർക്കുള്ള ചെറിയ എക്സ്പീരിയൻസ് വെച്ച് അവരതിൽ കൂടി വളർന്ന് വന്ന് അവർ വലിയ കണ്ടുപിടുത്തത്തിൻ്റെ ഉടമകളായി മാറി. ഇവർ മോസ്റ്റ്ലി 90% വളരെ ദരിദ്രം പിടിച്ച കുടുംബത്തിൽ ജനിച്ചവരാണ്. ഇത് നമ്മൾ പ്രധാനമായി മുൻകൂട്ടി കാണേണ്ട ഒരു വസ്തുതയാണ്. ആയതിനാൽ കുട്ടികൾ സ്കൂളിൽ വിട്ട് വന്നു കഴിഞ്ഞാൽ അവർക്ക് കളിക്കാൻ കുറച്ച് സമയം അനുവദിക്കുക. ഈ കളി കഴിഞ്ഞാൽ ഒരു പക്ഷേ അവർ കളിക്കുന്ന ആ കളിപ്പാട്ടത്തിന് എന്തെങ്കിലും കുഞ്ഞു കാറുകളൊക്കെ എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയാൽ ആ കുട്ടികളോട് പറയേണ്ടത് സ്വയം റിപ്പയർ ചെയ്യാൻ അവർക്ക് വേണ്ട പ്രചോദനം കൊടുക്കണം.
അപ്പോൾ റിപ്പയർ ചെയ്യാൻ ചിലപ്പോൾ പ്ലാസ്റ്റിക് ഇതാണെങ്കിൽ അത് പേസ്റ്റ് ചെയ്യാനുള്ള അതിനോട് ചെറിയ ഗ്ലൂ എന്തെങ്കിലും വാങ്ങി അതും കൊടുക്കുക. അപ്പോൾ ചെറിയ രീതിയിൽ തന്നെ ഇവരൊരു ടെക്നിക്കൽ സെൻസ് നമ്മൾ ഉണ്ടാക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അതിൽ ഒരു 10 പിള്ളേർ പ്രാക്ടീസ് എടുത്താൽ ഒരു കുട്ടിയെങ്കിലും അതിൽ അവന് വാസന തോന്നും. അവൻ്റെ വാസന എന്താണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഒപ്പം പെൺകുട്ടികളാണെങ്കിൽ തയ്യൽ മെഷീൻ ഉണ്ടെങ്കിൽ ആ തയ്യൽ മെഷീൻ അതിൻ്റെ അമ്മ തയ്ക്കുമ്പോൾ ഈ കുട്ടികളെ കൂടി അത് കാണാനുള്ള ചാൻസ് കൊടുക്കുക. നീ മാറിപ്പോകണം, എൻ്റെ അടുത്ത് നിൽക്കരുത്, അവരെ വിരട്ടി വിടരുത്, അങ്ങനെ ഒന്നും ചെയ്യരുത്. ആ കുഞ്ഞുങ്ങളെ അതിൽ പ്രാക്ടീസ് ചെയ്യിപ്പിച്ചാൽ ഒരു പക്ഷേ ഭാവിയിലെ നല്ലൊരു ഡിസൈനറായി ഈ കുട്ടികൾക്ക് മാറാൻ പറ്റും. അതിനുവേണ്ടി ഡിസൈൻ കോളേജിൽ പോയി ബിരുദമെടുക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ഏത് ഭാഗം എടുത്തു കഴിഞ്ഞാലും കോളേജിൽ പോയി ബിരുദമെടുക്കുന്നവർ മാത്രം പ്രഗത്ഭരായി വരും എന്ന് നമ്മൾ ധരിക്കരുത്. കോളേജിൽ പോകാത്ത ഒത്തിരി പ്രഗത്ഭർ ഇന്നും മുൻകാലങ്ങളിൽ ഈ ലോകത്ത് ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. അവരെല്ലാം ദാരിദ്ര്യത്തിൻ്റെ പടികുഴിയിൽ നിന്നും കോളേജിൽ പോകാതെ അവരുടെ സ്വയം പ്രയത്നം കൊണ്ട് ഉയർന്നു വന്നവരാണ്. എന്നാൽ അതിനേക്കാൾ മികച്ച സൗകര്യങ്ങൾ ഇന്ന് നമ്മുടെ സാധാരണ വീടുകളിലും ഉണ്ട്. പറഞ്ഞു പോലെ കുട്ടികളെ ടെക്നിക്കലായി അവരുടെ ടെക്നിക്കൽ വാസനകൾ അറിയാനുള്ള കുഞ്ഞു കുഞ്ഞു സംവിധാനങ്ങൾ വീട്ടിൽ ചെയ്യാം. അതിനുവേണ്ടി അവരെ കൊണ്ട് ഏതെങ്കിലും ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഒന്നും ചേർക്കണ്ട. ഒരു 10 വയസ്സ് സമയം വരെ മാത്രമേ കുട്ടികളെ നമ്മുടെ കയ്യിൽ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ അവരുടെ ഉപരിപഠനത്തിന് വേണ്ടി ഒരു പല ഭാഗത്തും പോകുമ്പോൾ അന്ന് ഇവർക്ക് ഒരുവിധം എല്ലാ കാര്യങ്ങളും അവർ പഠിച്ചിരിക്കണം. രണ്ടാമതായി ഇവരുടെ സുഹൃത്തുക്കളിൽ നിന്നും കഴിയുന്നതും ഒരു ആനുകൂല്യങ്ങളുടെ അവരുടെ ഒരു ഗിഫ്റ്റോ വാങ്ങാനുള്ള സാഹചര്യവും പ്രചോദനവും വീട്ടുകാർ ഉണ്ടാക്കി കൊടുക്കരുത്. ഉള്ളതുകൊണ്ട് കഴിയാനുള്ള സാഹചര്യം വീട്ടിൻ്റെ എല്ലാ പരിസ്ഥിതികളെയും പറ്റിയുള്ള ഒരു വടികൾ ഒരു വ്യക്തത കുട്ടികൾക്ക് കൊടുക്കണം. അത് കുട്ടികളെ മനസ്സിലാക്കണം. കുട്ടികളത് മനസ്സിലാക്കണമെങ്കിൽ മാതാപിതാക്കൾ അതനുസരിച്ചുള്ളൊരു സമീപനമായിരിക്കണം കുട്ടികളുമായി ചെയ്യേണ്ടത്. പ്രധാനമായി ചിന്തിക്കേണ്ടത് മാതാപിതാക്കൾ. ഒരിക്കലും ഒരു വീട്ടിലെ കുടുംബനാഥൻ ജോലി കഴിഞ്ഞാൽ കഴിയുന്നതും എത്രയും വേഗം അവരുടെ വീട്ടിൽ തിരിച്ചെത്തുകയും ഒപ്പം ഭാര്യയും കൂടെ ചേർന്ന് കുട്ടികളുടെ കാര്യങ്ങൾ നോക്കുക, അവരെ വീക്ഷിക്കുക, അവരുടെ പഠിത്തത്തിന് സഹായിക്കുക. ഒരിക്കലും ഒരു ജോലി കഴിഞ്ഞാൽ പിതാവ് കിട്ടുന്ന വേതനം അമ്മയെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരുമായി പോയി കമ്പനി അടിച്ച് എന്തെങ്കിലും സ്മാൾ അടിച്ച് ഒത്തിരി വൈകി വന്ന് നൈറ്റ് അത്താഴവും കഴിച്ച് രാവിലെ ഉണർന്ന് പണിക്ക് പോണ ഒരു വ്യവസ്ഥിതി പല കുടുംബങ്ങളിലും കാണുന്നത്. ഒരിക്കലും അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. അതുപോലെ തന്നെ ചില സ്ത്രീകൾ ചെയ്യുന്നത് കുട്ടികളെ ബസ്സിൽ കയറ്റി വിട്ട് കഴിഞ്ഞാൽ നേരെ വീട്ടിൽ വന്ന് അവർ മൊബൈലുമായി ചാറ്റ് ചെയ്യാൻ വേണ്ടിയിരിക്കും. ഇതൊക്കെയെല്ലാം വളരെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ. അതുകൊണ്ട് ഒരു ഗുണവും നമുക്ക് ആർക്കും കിട്ടാൻ പോണില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ കുഞ്ഞുങ്ങൾ വീട്ടിൽ വന്നാൽ അവരുടെ ഉറക്ക സമയം വരെ നമ്മുടെ ശീർഷണം, അതായത് പേരൻസിൻ്റെ ആ ഒരു വടികൾ ഒരു വീക്ഷണം അവരിലുണ്ടായിരിക്കണം. സന്ധ്യയാകുമ്പോൾ അവർക്ക് നല്ല ഡിസിപ്ലിൻഡായിട്ട് നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാം. സന്ധ്യയാകുമ്പോൾ ഒരു സന്ധ്യാജപവും മറ്റേ വിളക്ക് കത്തിക്കുക, അതൊക്കെ ഒരു ചടങ്ങായിട്ട് അവർ കണ്ടിരുന്ന ട്രഡീഷണലായിട്ടുള്ള സ്റ്റൈലിൽ അവർക്ക് കാണാൻ പറ്റും. ഒന്ന് മനസ്സിലാക്കുക, ഏറ്റവും ദരിദ്രം പിടിച്ച ഒരു കുടുംബത്തിൽ ഒരു കുട്ടികൾക്ക് കിട്ടുന്ന വാത്സല്യവും സൗകര്യവും ഒരിക്കലും ഒരു ധനിക കുടുംബത്തിൽ ആ കുട്ടികൾക്ക് കിട്ടിയില്ല. കാര്യം അവർ തിരക്കായിരിക്കും, അവർക്ക് അതിനുള്ള സാഹചര്യം ഉണ്ടാകില്ല. അവരതിന് വല്ല കെയർ ടേക്കറോ വല്ല ബോഡിഗാർഡ് ബേബി സിറ്ററൊക്കെ ആയിരിക്കും ആ കുട്ടികളൊക്കെ കാണിക്കുക. അപ്പോൾ ആ കുട്ടികൾ വളർന്നു വരുമ്പോൾ ഈ കുട്ടികളെക്കാൾ ഒരു മികച്ച ഒരിതായി മാറ്റില്ല, ആ മികച്ച കഥാപാത്രമായി മാറ്റാൻ അവരുടെ ഹൈടെക് സ്കൂളിലൊക്കെ വിടുന്നു. എന്നാൽ ഇപ്പോൾ ഹൈടെക് സ്കൂളിൽ നടക്കുന്ന ഇതെല്ലാം നിങ്ങൾക്കറിയാം. കുട്ടികളെ AC ബസ്സിൽ വിടുന്നു, AC ക്ലാസ്സിലെത്തുന്നു, തിരിച്ച് വീണ്ടും വരുമ്പോൾ ഇവർ ഡോൾ മോഡലായി പോകണം അവരുടെ ജീവിതം. ഇവർക്ക് മറ്റൊന്നും ഉണ്ടാവില്ല. ഇവർ ആ കാണുന്ന കോമ്പൗണ്ട് ഉള്ളിൽ കാണുന്ന സഹപാഠികൾ തമ്മിലുള്ള ഒരു വിവരങ്ങളെ കിട്ടുന്നുള്ളൂ. മറിച്ചു ദരിദ്രം ബുദ്ധിമുട്ടുള്ള കുട്ടികൾ അവരുടെ വീട്ടിൽ വളരുമ്പോൾ അവർക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്നത് അവരുടെ പേരൻസിൻ്റെ ലാളനയും മാറോട് ചേർത്തുള്ള വടികൾ, വാത്സല്യം എല്ലാം അതിന് വലിയൊരു പവറുണ്ട്. അതായത് മുലപ്പാൽ കുടിച്ച് വളരുന്ന കുട്ടികളും
മുലപ്പാലല്ലാതെ ഈ മറ്റേ വൈറ്റമിൻ പൗഡർ കുടിക്കുന്ന കുട്ടികൾ തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. അത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ബുദ്ധി ഏറ്റവും കൂടുതൽ ഈ മുലപ്പാൽ കുടിച്ച് വളരുന്ന കുട്ടികൾക്കായിരിക്കും. അവർക്ക് ആരോഗ്യം കൂടുതലുണ്ടാകും. ഇതെല്ലാം നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. സോ ദയവ് ചെയ്ത് നമുക്കൊണ്ട് സാധിക്കാത്തതായി ഈ ലോകത്ത് ഒന്നുമില്ല. നമുക്ക് കിട്ടുന്ന നമുക്കുള്ള വരുമാനത്തിൽ നിന്നുകൊണ്ട് നമ്മുടെ ഓരോ ചെറുകളും കൺട്രോൾ ചെയ്ത് കുട്ടികളെ എപ്പോഴും നമ്മൾ അവരുടെ മാക്സിമം ഒരു ബേസിക് ക്വാളിഫിക്കേഷനിലേക്ക് എത്തിപ്പിക്കാൻ പറ്റിയാൽ അത് തന്നെ വലിയ കാര്യമായി. 10ാം ക്ലാസ്സിലെത്തുമ്പോൾ അവൻ ഏതാണ്ട് ഒരു ത്രാണിയുണ്ട്. ഒരു പക്ഷേ അവൻ്റെ വീട്ടിൻ്റെ ദരിദ്രതയെക്കുറിച്ച് മനസ്സിലാക്കും, അച്ഛൻ്റെ അമ്മയുടെയും ജോലികളെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റും. അവനും അത് കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവൻ്റെ ഫ്യൂച്ചർ പ്ലാൻ ചെയ്യാൻ അവന് വളരെ വളരെ അനായാസം സാധിക്കും. രണ്ടാമതായി പറയാനുള്ളത്, നിങ്ങളിന്ന് കാണുന്നുണ്ടല്ലോ, ഓരോ കുട്ടികളും കിടപ്പാടവും വിറ്റ് കടവും വാങ്ങി അന്യ നാടുകളിൽ പോകുമ്പോൾ അവിടെ അവരനുഭവിക്കുന്ന വേദനകളെക്കുറിച്ചും നിങ്ങൾക്കറിയില്ല. വളരെ ഓവർ ടെൻഷൻ. പ്രത്യേകിച്ചും ഈ വരുന്ന നാളുകൾ ഇപ്പോൾ തന്നെ അമേരിക്കയിൽ പല രാജ്യങ്ങളിൽ നിന്നും പിള്ളേർ ഇല്ലീഗലായിട്ട് നിൽക്കുന്ന കുട്ടികൾ അവിടെ നിന്ന് കയറ്റി വിടുകയാണ്. ഇവിടെ കടവും വല്ലതും വാങ്ങിപ്പോയി കഴിഞ്ഞാൽ തന്നെ ഇവർക്ക് രാജ്യങ്ങളിൽ പോയി അവർക്ക് ജോലി ചെയ്യാൻ കിട്ടുന്ന സമയത്തിലുപരി ജോലി ചെയ്തു. കാരണം ഇവിടുത്തെ വാങ്ങിയ കടങ്ങൾ തീർക്കാനും അവരുടെ പലിശ കൊടുക്കാനും വേണ്ടി ഓവർ ജോലി ചെയ്യുമ്പോൾ അവർക്ക് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ വയ്യാത്ത സാഹചര്യം വരുന്നു. ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ വയ്യാത്ത സാഹചര്യമാകുമ്പോൾ അവർ എക്സാം ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അവർ ആബ്സെൻ്റ് ആകുന്നു. നാളൊരു കാലത്ത് അവർക്ക് അവിടെ ഒരു എക്സാമിന് എഴുതാനോ കണ്ടിന്യൂ ചെയ്യാനുള്ളൊരു സൗകര്യം കിട്ടത്തില്ല. അങ്ങനെ വരുമ്പോൾ അവർ ഇല്ലീഗലായി മാറുന്നു. അങ്ങനെ അവസാനം ഒന്നുമില്ലാതെ ഡീപ്പോർട്ട് ചെയ്ത് നാട്ടിൽ വരുമ്പോൾ കഷ്ടിച്ച് കടം തീർന്നാൽ തീർന്നു, ഇല്ലെങ്കിൽ ഇല്ല. അപ്പോൾ അതുകൊണ്ട് കഴിയുന്നത് നമ്മുടെ കുട്ടികളെ നമ്മുടെ നാട്ടിൽ തന്നെ നമ്മുടെ രാജ്യത്ത് തന്നെ വളരാനുള്ളൊരു സാഹചര്യം അടിസ്ഥാനപരമായ ബേസിക്കായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പേരൻസാണ് കാണിച്ചു കൊടുക്കേണ്ടത്. പേരൻസ് കൂടി അവർ വളരണം. നിങ്ങൾ ഒരിക്കലും മുന്തിയ തരം സ്കൂളിൽ പിള്ളേരുടെ കൂടെ എല്ലാം ടീച്ചർ നോക്കിക്കൊള്ളൂ എന്ന് പറഞ്ഞാൽ ഒരു മിഥ്യാബോധമാണ്. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ഏത് പേരൻസാണോ അവരുടെ കുട്ടികളെ ഒപ്പം നിർത്തി അവർക്കൊരു പക്വത വരുന്നതിന് ശേഷമല്ലാതെ പുറത്ത് ബോർഡിങ്ങിലോ മറ്റൊരിടത്തും വിടാതിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് അവർക്ക് കൊടുക്കേണ്ട ലാളനയും അവർക്ക് പേരൻസിന് കിട്ടുന്ന സ്നേഹവും അവർക്ക് എപ്പോഴും ഉണ്ടാകും. അതായിരിക്കും അവർക്ക് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രചോദനം ചെയ്യുന്നത്. അങ്ങനെയുള്ളവർക്ക് മാത്രമേ സമൂഹത്തിനും രാജ്യത്തിനും ആയി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റൂ. സോ എനിക്ക് ഒരിക്കൽ കൂടി പറയാനുള്ളത് മാത്രം, കഴിയുന്നതും പേരൻസ് കുട്ടികളെ ശ്രദ്ധിക്കുക. നിങ്ങൾ എത്ര മുന്തിയിടം എത്ര രൂപ കൊടുത്ത് നിങ്ങളുടെ പിള്ളേരെ എവിടെ വിട്ടു പഠിപ്പിച്ചാലും നിങ്ങളിൽ നിന്നും കിട്ടുന്ന സ്നേഹം ഒരിക്കലും മറ്റൊരു ഭാഗത്തു നിന്നും കിട്ടത്തില്ല. കുട്ടികൾക്ക് 100% കഴിവതും 10ാം ക്ലാസ് വരെയെങ്കിലും കുട്ടികളെ നിങ്ങളോടൊപ്പം നിർത്തുക. ഒരു കാര്യം പ്രത്യേകം പറയുന്നു, ദരിദ്രനായിരുന്നാലും ധനികനായിരുന്നാലും നിങ്ങൾ ചെയ്യേണ്ട ഒട്ടനവധി കാര്യങ്ങളുണ്ട്. അതിന് സാമ്പത്തികം ആവശ്യമില്ല. നിങ്ങൾ കൊടുക്കുന്ന സ്നേഹത്തിന് കാശ് വേണ്ട. നിങ്ങളുടെ സാന്നിധ്യം കുട്ടികളോടൊപ്പം ഇരിക്കുന്നതിന് കാശ് വേണ്ട. നിങ്ങൾ അവരെ വീക്ഷിക്കുന്നതിന് കാശ് വേണ്ട. നിങ്ങൾ ആർക്കും വേണ്ടി ഈ വീക്ഷണവും ഈ സ്നേഹവും എല്ലാം നിങ്ങൾ ഹയർ ചെയ്യാൻ ശ്രമിക്കാതിരിക്കുക. അങ്ങനെ ഹയർ ചെയ്യുന്നവർ അവരിൽ നാം വിചാരിക്കുന്ന ഒരു ജെന്യൂനിറ്റി ഒന്നും അവരിൽ ഉണ്ടാകില്ല. ഒരു മെക്കാനിക്കൽ സ്റ്റൈൽ ലൈഫായിരിക്കും അവർക്ക് കിട്ടുക. അവർക്ക് സ്നേഹം എന്താണെന്നറിയില്ല, അവർക്ക് സമൂഹം എന്താണെന്നറിയില്ല. അവർ 4 ചുറ്റിൻ്റെ ഉള്ളിൽ കിടന്നുള്ള കുറേ പേപ്പറും പെൻസിലും AC റൂമിലും കിടന്ന അവരുടെ ജീവിതം നശിക്കത്തേ ഉള്ളൂ. അതുകൊണ്ട് ദയവ് ചെയ്ത് സ്നേഹമുള്ള പേരൻസിനോട് പറയുന്നു, നിങ്ങൾക്കറിയാം, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കുക. 8 വയസ്സ് 9 വയസ്സും കഴിഞ്ഞാൽ ഇപ്പോൾ കലാലയങ്ങൾ മയക്കുമരുന്നിൻ്റെ കേന്ദ്രമായി മാറിക്കൊണ്ട് വരികയാണ്. മാറിയൊന്നു ഏതാണ്ട് 50-60% നമുക്ക് ആ പേരും പറഞ്ഞ് സ്കൂളിൽ വിടാതിരിക്കാൻ പറ്റില്ല. പക്ഷേ എങ്കിൽ തന്നെയും അവരെ ശ്രദ്ധിച്ച് സ്കൂളിൽ വിട്ടത് മാക്സിമം വിദ്യാഭ്യാസം അവർക്ക് കൊടുക്കുക. ഒപ്പം അവരെ എന്തെങ്കിലും ടെക്നിക്കൽ സ്റ്റഡീസിനുള്ള സംവിധാനം കൂടെ ഉണ്ടാക്കുക. എല്ലാവർക്കും IAS-ഉം IPS-ഉം IRS-ഉം എടുക്കാൻ സാധ്യമല്ല. ഒരു ചിലരാകുന്നു, ആയിക്കോട്ടെ, അതിൽ കൂടെ നമുക്കും IPS ആയിക്കൂടുന്നില്ല. സ്വന്തം പ്രയത്നം കൊണ്ട് ഇതൊക്കെ ഒരുപക്ഷെ സാധിച്ചേക്കാം. അതിന് വലിയ നമ്മൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. പക്ഷേ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം
ആ കുട്ടികളുടെ മാതാപിതാക്കൾ എങ്ങനെയാണോ അതനുസരിച്ച് ഇതിനായിരിക്കും കുട്ടികൾ വളരുക. കഴിയുന്നതും അവരെ നല്ലൊരു ഫ്രണ്ട്ഷിപ്പാകുക, അവരെ വഴക്ക് പറയാതിരിക്കുക, സ്നേഹത്തിലൂടെ എല്ലാം അവരെ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക. സോ എപ്പോഴും അവർ നിങ്ങളുടെയും ഒരു സുഹൃത്തുക്കളായി തന്നെ ഇരിക്കും, നല്ല പേരൻസായി തന്നെ ഇരിക്കും. കാണാം വീണ്ടും അടുത്തൊരു വീഡിയോയിലൂടെ. എല്ലാവരും ഈ പറഞ്ഞ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഇഷ്ടമായാൽ ഇത് സുഹൃത്തുക്കളിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്താലും. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ. ബൈ.